എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ഒരുപാട് മീഡിയാസ് സ്കൂളിന്റെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. മീഡിയാസ് എല്ലാം തന്നെ ഇപ്പൊ സ്റ്റുഡൻസിനോട് അവരുടെ ക്ലാസ്സിനെ പറ്റിയും സ്കൂളിനെ പറ്റിയും ടീച്ചേഴ്സിനെ പറ്റിയും ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. ഹീറോ ആണെങ്കില് എന്തൊക്കെയോ ബബബ അടിച്ച് ഒരു വിധത്തില് ഇപ്പൊ അവിടുന്ന് രക്ഷപ്പെടും. പക്ഷെ കണ്ണാടി പയ്യൻ അവൻ വിട്ടുകൊടുക്കില്ല. അവൻ വാ തോരാതെ ഇപ്പൊ എന്തൊക്കെയോ സംസാരിക്കും. അപ്പൊ നമ്മുടെ മാസ്റ്റർ അങ്ങോട്ട് വരും. മീഡിയാസ് മാസ്റ്ററിനോട് ഇപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അതുകൊണ്ട് മാസ്റ്റർ ദേഷ്യപ്പെട്ട് സ്റ്റുഡൻസിനോട് എല്ലാവരോടും ക്ലാസ്സിലേക്ക് കയറാൻ പറയും. അങ്ങനെ എല്ലാ സ്റ്റുഡൻസും പേടിച്ചു വിറച്ച് ഇപ്പൊ അകത്തേക്ക് ഓടും. അവരുടെ തൊട്ടു പിന്നാലെ തന്നെ ഇപ്പൊ മീഡിയാസും വരും. പക്ഷെ അപ്പോഴേക്കും സ്കൂളിന്റെ മെയിൻ ഗേറ്റ് അതവിടെ ക്ലോസ് ആയി. മീഡിയാസ് എല്ലാം തന്നെ ഇപ്പൊ പുറത്ത് പോസ്റ്റ് ആവും. അത് കാണുമ്പോ മീഡിയാസിന് അവർക്ക് ഒരുപാട് ദേഷ്യം വന്ന് അങ്ങനെ നിൽക്കും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആരോ ഒരാള് ആ ഗേറ്റിനെ നോക്കി അങ്ങനെ നിക്കാണ്. കട്ട് ചെയ്ത ക്ലാസ്സിൽ നമ്മുടെ മാസ്റ്റർ ഇപ്പൊ നല്ല ഹായ് ആയിട്ട് ക്ലാസ് എടുക്കാണ്. മാസ്റ്റർ ചപ്പർത്തലേനെ നോക്കിയിട്ട് പറയും, നിനക്ക് നല്ല പവർ ഉണ്ട്, പക്ഷെ നിനക്ക് കുട്ടിക്കളി കൂടുതലാണ്. നിന്റെ പവർ അത് മറ്റുള്ളവരോട് റിവെഞ്ച് ചെയ്യാനല്ല ഉപയോഗിക്കേണ്ടത്. അപ്പൊ ചപ്പർത്തലേന് മനസ്സിലാവും മാസ്റ്റർ പറയുന്നത് അവൻ ഹീറോയായിട്ട് ഫൈറ്റ് ഇട്ട് അവന്റെ കൈ ഒടിച്ചതിനെ പറ്റിയാണെന്ന്. മാസ്റ്റർ ഹീറോയെ നോക്കും. എന്നിട്ട് അവനോട് പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് നല്ല കഴിവുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാ നിനക്ക് ഒരുപാട് ഹൈറ്റ്സിൽ എത്താൻ കഴിയും. അത് കേൾക്കുമ്പോ നമ്മുടെ ചെക്കന് ഒരുപാട് സന്തോഷാവും. അപ്പൊ മാസ്റ്റർ പറയും, ഇന്നൊരു സ്പെഷ്യൽ ടെസ്റ്റ് ആണ് ഞാൻ നടത്താൻ പോകുന്നത്. അത് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ സ്റ്റുഡൻസ് അവര് പേടിച്ചു വിറയ്ക്കും. അപ്പൊ അത് കണ്ട് മാസ്റ്റർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്ന് നമ്മള് നമ്മുടെ ക്ലാസ് ലീഡേഴ്സിനെ തെരഞ്ഞെടുക്കാൻ പോവാണ്. എല്ലാ സ്റ്റുഡൻസും ഇപ്പൊ ശ്വാസം വലിച്ചു വിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. അപ്പൊ ഓരോരുത്തരായിട്ട് കൈപൊക്കി ഞാനാവാം, ഞാൻ ലീഡർ ആവാം എന്നൊക്കെ പറഞ്ഞ് അവരുടെ പേര് വിളിച്ചു പറയാൻ തുടങ്ങും. ചപ്പറത്തലേനും വിട്ടുകൊടുക്കില്ല. അവൻ രണ്ട് കൈയും പൊക്കി എനിക്കും ലീഡർ ആവണമെന്ന് പറഞ്ഞ് ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കാണ്. പക്ഷെ ഹീറോയ്ക്ക് മാത്രം വലിയ ആങ്സൈറ്റി ഒന്നും ഇല്ലാതെ അവൻ സിമ്പിൾ ആയിട്ടിരിക്കും. അപ്പൊ കണ്ണാടി പയ്യന് കലി കയറി അവൻ എഴുന്നേറ്റ് നിൽക്കും. സ്റ്റോപ്പ് ദ ഫക്ക്, നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ബഹളം വെക്കാൻ പാടില്ല. ലീഡർ എന്ന് പറഞ്ഞാ അത് വളരെ വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം വോട്ട് ചെയ്ത് നമ്മളുടെ ലീഡറിനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് അവര് വോട്ടിംഗ് ആരംഭിക്കും. വോട്ടിങ്ങിന്റെ അവസാനം ഇപ്പൊ ഹീറോയ്ക്കാവട്ടെ 3 വോട്ട് കിട്ടും. ബാക്കിയുള്ള എല്ലാവർക്കും ഇപ്പൊ 1-2 വോട്ട് മാത്രമായിരിക്കും കിട്ടുക. അതിലേറ്റവും കോമഡി, പാവം നമ്മുടെ കണ്ണാടി പയ്യന് ഒരു വോട്ട് പോലും കിട്ടില്ല. ഇവിടെ ഹീറോ ഷോക്കായിട്ട് അവനിപ്പോ ക്യാൻറ്റീനിലേക്ക് പോവും. ആക്ച്വലി ഹീറോയ്ക്ക് അവന് ലീഡർ ആവാനൊന്നും ഒട്ടും താല്പര്യമില്ല. കണ്ണാടി പയ്യൻ ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, ആക്ച്വലി നീയാണ് ഞങ്ങളുടെ ലീഡർ ആവാൻ ഏറ്റവും യോഗ്യൻ. കാരണം നിനക്ക് ഒരുപാട് പവർ ഉണ്ട്. അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാനും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് നിനക്കുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഹീറോയെ പൊക്കി അടിക്കും. കണ്ണാടി പയ്യൻ പറയും, അതുകൊണ്ടാണ് എന്റെ വോട്ടും ഞാൻ നിനക്ക് തന്നത്. അപ്പൊ ഡോർ എവിടേക്ക് വന്ന് അവള് പറയും, ഞാനും എന്റെ വോട്ട് നിനക്കാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ മത്സരത്തില് നീ ജയിച്ചത്. ഡോറ ഇപ്പൊ കണ്ണാടി പയ്യനോട് അവന്റെ ഫാമിലിയെ കുറിച്ച് ചോദിക്കും. അപ്പൊ അവൻ അവന്റെ ഫാമിലിയെ കുറിച്ച് പറയാൻ തുടങ്ങും. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും സൂപ്പർ ഹീറോസ് ആണ്. എന്റെ ചേട്ടൻ ആള് നല്ലൊരു സൂപ്പർ ഹീറോ ആണ്. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു ലീഡറായിട്ട് ഇപ്പൊ അടിപൊളിയായിട്ട് ജീവിക്കാണ്. ചേട്ടനെ പോലെ എനിക്കും നല്ലൊരാളാവണം. കണ്ണാടി പയ്യൻ ചിരിച്ചിട്ട് പറയും, എന്റെ ബ്രദറിന് ശേഷം ഞാൻ കണ്ട പെർഫെക്റ്റ് ആയ ആള് അത് നീയാണ്. അതുകൊണ്ടാണ് എന്റെ വോട്ട് ഞാൻ നിനക്ക് തന്നതെന്ന് പറഞ്ഞ് അവൻ ചിരിക്കും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ഒരു ബെല്ലിന്റെ സൗണ്ട് കേൾക്കും. അപ്പൊ കണ്ണാടി പയ്യൻ ആ ഒരു ബെല്ലിനെ കുറിച്ച് അടുത്തുള്ളവനോട് ചോദിക്കും. അപ്പൊ അവൻ പറയും, ആരോ ഒരാള് ഇപ്പൊ പെർമിഷൻ ഇല്ലാതെ സ്കൂളിലേക്ക് കയറിയിട്ടുണ്ട്. അതിന്റെ അലാമാണ് ആ കേട്ടത്. അത് കേട്ടുടനെ ഇപ്പൊ സ്റ്റുഡൻസ് എല്ലാവരും ഒരു പ്രത്യേക സ്ഥലത്ത് ഇപ്പൊ അസംബിൾ ആവാൻ തുടങ്ങും. സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ തിക്കിത്തിരക്കി ആ ഗേറ്റിന് മുൻപിലേക്ക് വരും. അപ്പൊ ഗേറ്റിന് മുൻപില് ഇപ്പൊ മാസ്റ്റർ സാറും മറ്റൊരു ടീച്ചറും ചേർന്ന് മീഡിയാസിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഇപ്പൊ ചിരിക്കുട്ടനെ കുറിച്ച് ചോദിക്കും. അതിനാ സാറ് പറയും, ചിരിക്കുട്ടൻ അവനിപ്പോ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പിരിഞ്ഞു പോണെന്ന് പറയുമ്പോ മാസ്റ്റർ ചോദിക്കും, ഇവർ ഇല്ലീഗൽ ആയിട്ടല്ലേ ഇവിടേക്ക് കയറി കൂടിയത്, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് എന്തുകൊണ്ട് ഇവരെ അടിച്ചോടിച്ചൂടാ. അതിനാ സാറ് പറയും, ഓൾറെഡി നിന്നെക്കുറിച്ച് എല്ലാവർക്കും മോശം അഭിപ്രായമാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് അത് കൂട്ടാൻ നിൽക്കരുത്. അപ്പൊ അകത്ത് കണ്ണാടിപ്പയ്യൻ ഒരുപാട് കഷ്ടപ്പെട്ട് പുറത്ത് മീഡിയാസ് ആണെന്ന് കണ്ടുപിടിക്കും. അവനിപ്പോ ഡോറയുടെ സഹായത്തില് അങ്ങനെ മുകളിലേക്ക് പറന്നു ചെന്ന് എല്ലാവരോടും കാര്യം പറയാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ ചുമരിലിടിച്ച് അങ്ങനെ താഴെ വീഴും. പക്ഷെ ഒരു വിധത്തില് അവനിപ്പോ വിളിച്ചു പറയും, പുറത്ത് മറ്റാരുമല്ല മീഡിയാസ് ആണ്, അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുമ്പോ
എല്ലാവരും ശ്വാസം വലിച്ചു വിട്ട് തിരികെ ക്ലാസ്സിലേക്ക് പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ ഹീറോ ആവട്ടെ ഇപ്പൊ ക്ലാസ്സിന്റെ ഇൻചാർജായി മാറുകയാണ്. അപ്പൊ ഹീറോ അവൻ വിളിച്ചു പറയും, ആക്ച്വലി ഈ ഒരു ലീഡർ പോസ്റ്റിന് ഏറ്റവും യോഗ്യനായ ആള് അത് ഞാനല്ല, മറിച്ച് കണ്ണാടി പയ്യനാണ്. സോ ദയവ് ചെയ്ത് അവനെ തന്നെ ലീഡർ ആക്കണമെന്ന് പറയുമ്പോ കണ്ണാടി പയ്യന് അത് കേട്ട് ഒരുപാട് വിഷമാവും. അത് കണ്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ് ഇപ്പൊ അവനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. അതിന് മാസ്റ്റർ പറയും, ആരാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പെട്ടെന്ന് ചാർജ് ഏറ്റെടുത്ത് ക്ലാസിന്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കണം. കണ്ണാടി പയ്യൻ ഇത് കേൾക്കേണ്ട താമസം അവൻ കൈ ഉയർത്തി ഇപ്പൊ സത്യപ്രതിജ്ഞയൊക്കെ പറയാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ആ ഒരു മുത്തശ്ശിയും വേറെ കുറച്ച് സൂപ്പർ ഹീറോസും ചേർന്ന് പുറത്തേക്ക് നോക്കി നിൽക്കാണ്. അവര് പറയും, ഉറപ്പായിട്ടും ഇത് മീഡിയാസ് ചെയ്യാൻ യാതൊരു വഴിയുമില്ല, ഇതുറപ്പായിട്ടും ഏതെങ്കിലും മോൺസ്റ്റേഴ്സ് ചെയ്ത പണി തന്നെയായിരിക്കും, അല്ലാതെ ഈ ഒരു ഗേറ്റ് അത് ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴായിരിക്കും ആ ഒരു സ്കൂളിന്റെ ഫ്രണ്ട് ഗേറ്റ് അത് തകർന്നു കിടക്കുന്നത് കാണുക. ഗ്രാൻഡ്മ പറയും, എന്റെ സംശയം ശരിയാണെങ്കിൽ വാറ് അത് തുടങ്ങാൻ സമയമായി. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഏതോ ഒരു മോൺസ്റ്റർ സ്കൂളിൽ പോകുന്ന കൊച്ചു പിള്ളേരെ പിടിച്ചു വെക്കും. ഒരുപാട് സൂപ്പർ ഹീറോസ് അവിടേക്ക് വരുമെങ്കിലും അവരെ കൊണ്ട് ആർക്കും ആ ഒരു മോൺസ്റ്ററിനെ തകർക്കാൻ കഴിയില്ല. അപ്പം നമ്മുടെ ചിരിക്കുട്ടൻ അവൻ കറക്റ്റ് സമയത്ത് വന്ന് ഇപ്പൊ മോൺസ്റ്ററിനെ അടിച്ചു തകർത്ത് ആ കുട്ടികളെ രക്ഷിക്കും. പക്ഷെ എന്താ, ചിരിക്കുട്ടന്റെ പവർ അതിപ്പോ പതിയെ പതിയെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓൾറെഡി അവന്റെ പവർ ഇപ്പൊ ഹീറോയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. കട്ട് ചെയ്ത ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഹീറോ തനിക്ക് പവർ കിട്ടിയ കാര്യം ചപ്രത്തലേനോട് പറഞ്ഞത് ചിരിക്കുട്ടനോട് തുറന്നു പറയും. പക്ഷെ ചിരിക്കുട്ടൻ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കില്ല. അവൻ പറയും, കുഴപ്പമില്ല, പക്ഷെ ഇനി ഒരിക്കലും ആരോടും ഈ രഹസ്യം പറയരുത്. നിന്റെ പവറാണ് നിനക്ക് കിട്ടിയതെന്നറിഞ്ഞ എന്നെ തകർക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് മോൺസ്റ്റേഴ്സ് പിന്നെ നിന്റെ നേർക്ക് തിരിയും. അതുകൊണ്ട് ഇനി ഒരിക്കലും ഈ രഹസ്യം ആരും അറിയാൻ പാടില്ല എന്ന് ഇപ്പൊ ഹീറോയെ താക്കീത് ചെയ്യും. കട്ട് ചെയ്ത ക്ലാസ്സില് ഇപ്പൊ മാസ്റ്റർ പറയും, ഇന്ന് നമ്മള് പുതിയൊരു ടാസ്ക് ചെയ്യാൻ പോവാണ്, അതിന്റെ പേരാണ് റെസ്ക്യൂ. അത് കേൾക്കുമ്പോൾ നമ്മുടെ പിള്ളേര് സെറ്റ് അവർ ഒരുപാട് ഹാപ്പി ആയിട്ട് പരസ്പരം ഒരുപാട് കാര്യങ്ങള് പറയാൻ തുടങ്ങും. മാസ്റ്റർ പറയും, ഈ ഒരു ടാസ്കില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇടാം. ഈ ടാസ്കും ട്രെയിനിങ്ങും അത് സ്കൂളിലായിരിക്കില്ല, മറിച്ച് മറ്റൊരു സ്ഥലത്തായിരിക്കും. അങ്ങനെ നമ്മുടെ സ്വത്തുമണികള് അവരെല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കും. ഹീറോയുടെ പഴയ കോസ്റ്റ്യൂം അത് ഓൾറെഡി പോയതുകൊണ്ട് ഇപ്പൊ പുതിയൊരു നീല കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ചുന്ദരനായി നിൽക്കുകയാണ്. ഇവിടെ കണ്ണാടി പയ്യൻ അവൻ വിസിലൊക്കെ അടിച്ച് ബാക്കിയുള്ള സ്റ്റുഡൻസിനെ ഇപ്പൊ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്വത്തുമണികള് അവരെല്ലാവരും ബസ്സിൽ കയറി ട്രാവൽ തുടങ്ങും. അപ്പോ ഒരു തവളപ്പെണ്ണ് ഇപ്പൊ ഹീറോയോട് പറയും, നിന്റെ പവർ അത് ശരിക്കും ആ ചിരിക്കുട്ടൻ ഹീറോയുടേത് പോലെ തന്നെയാണ്. അത് കേട്ട് ഹീറോ ഷോക്കാവും. അവൾ അങ്ങനെ വീണ്ടും വീണ്ടും ഓരോരുത്തരുടെ പവറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അവള് പറയും, ചപ്രത്തലേന് ജാട മാത്രമേ ഉള്ളൂ, അവന്റെ പവർ അത്രയ്ക്ക് പോരാ. അത് കേട്ട് ചപ്രത്തലേന് കലി കയറി അവളോട് ചൂടാവാൻ തുടങ്ങും. അങ്ങനെ അടികൂടി ഇടികൂടി അവരെല്ലാവരും ഇപ്പൊ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരും. അവിടെ ഒരാള് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ വെൽക്കം ചെയ്യും. ആക്ച്വലി ഇവന്റെ പേരാണ് സ്പേസ്മാൻ. ഇവനും ഒരു സൂപ്പർ ഹീറോ ആണ്. ഒരുപാട് പേരുടെ ജീവൻ ഇവൻ രക്ഷിച്ചിട്ടുണ്ട്. സ്പേസ് ഹീറോ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും കൂട്ടി അവിടെ മുഴുവൻ കാണിച്ചു കൊടുക്കും. അവൻ ഓരോരോ കാര്യങ്ങളായിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുമ്പോ ഹീറോ ചോദിക്കും, ചിരിക്കുട്ടൻ സാറ് അദ്ദേഹം വന്നില്ലേ? സ്പേസ് ഹീറോ പറയും, ഇല്ല, അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അപ്പൊ മറ്റൊരു ഭാഗത്ത് ചിരിക്കുട്ടൻ അവനാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പൊ അതേസമയം ഇപ്പൊ സ്പേസ് ഹീറോ അവൻ കാര്യമായിട്ട് കൗണ്ട് ചെയ്യാനായിട്ട് ആരംഭിക്കും. സ്പേസ് ഹീറോ ഇപ്പൊ കൗണ്ട് ഡൗൺ കഴിഞ്ഞ് അവരോട് ചോദിക്കും, എന്റെ പവർ ബ്ലാക്ക് ഹോൾ റിലേറ്റഡ് ആണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്ലാക്ക് ഹോളിനെ കുറിച്ച് അറിയോ? അത് കേൾക്കേണ്ട താമസം ഹീറോ അവൻ അറിയാവുന്ന ഒരുപാട് കാര്യങ്ങള് നോൺ സ്റ്റോപ്പ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ അവർക്കുള്ള ട്രെയിനിങ് അത് ആരംഭിക്കും. സ്പേസ് ഹീറോ പറയും, ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുക എന്നതാണ്. ട്രെയിനിങ് കഴിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകുമ്പോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. സ്പേസ് ഹീറോ ഉടനെ ഓക്കെ റെഡി എന്ന് പറയുമ്പോ ലൈറ്റ്സ് ഓണായി വലിയൊരു ബ്ലാക്ക് ഹോള് അവിടെ ക്രിയേറ്റ് ആവും. അപ്പൊ അതേ സമയത്ത് ആ ബ്ലാക്ക് ഹോളിൽ നിന്ന് ഒരുപാട് വില്ലന്മാര് പുറത്തേക്ക് വരാൻ തുടങ്ങും. അത് കണ്ടുടനെ മാസ്റ്റർ പറയും, സ്റ്റുഡൻസിനെ എത്രയും പെട്ടെന്ന് ഇപ്പൊ സേഫ് ആക്കി നിർത്തണം. ഒരു കൂട്ടം വില്ലന്മാര് ഇപ്പൊ പുറത്തേക്ക് വരും. അത് കണ്ട് നമ്മുടെ ഹീറോ അവൻ പേടിച്ച് വരച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.